ഈ വർഷം ബ്രോഡ്വേയിൽ ക്രിസ്മസ് ഐറ്റംസ് വാങ്ങാനായിട്ട് ഞങ്ങളും പോയിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് അതൊരു പോണ്ട ഒരു അവസരം തന്നെയാണ്. അത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ കടകളായി മാറും ക്രിസ്മസ് കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ 2 പ്രാവശ്യം പോയി. അപ്പോൾ ഞാൻ ക്രിസ്മസ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തത് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ സാധനങ്ങളും ഒരുപാടല്ല, ലൈറ്റുകൾ, കുറച്ച് ഐറ്റംസൊക്കെ അവിടെ മേടിച്ചിരുന്നു. നമുക്ക് ഓരോ ഐറ്റംസും കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും. കാണാൻ അത്രയും ഭംഗിയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ഫിനിഷിങ്ങിലുള്ള ഭംഗിയുള്ള ഐറ്റംസൊക്കെ ആയ കാരണം എത്ര വാങ്ങിയാലും മതിയാവില്ലാത്ത പോലെയാണ്. അപ്പോൾ കണ്ടില്ലേ, അവിടെ നോക്കി ക്രിസ്മസ് ഫാദർ കിടുന്നത് വട്ടം തിരിയണ പോലെ അങ്ങനെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ക്രിസ്മസ് ട്രീകളുണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റാച്യൂസ് കുറേ ഉണ്ട്, കുറേ ലൈറ്റുകൾ, അലങ്കാരങ്ങളെല്ലാം ഉണ്ട്. ബ്രോഡ്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അവിടെയാണ് ശരിക്കും ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ലൊരു കാഴ്ച എറണാകുളത്തുള്ളത്. അപ്പം ട്രീകൾ തന്നെ കണ്ട എത്രയോ തരം ട്രീകളാണ്. അതുപോലെ അലങ്കാരങ്ങൾ, അതുപോലെ ബോൾസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്റ്റാറുകളാണെങ്കിൽ ഒരുപാട് വെറൈറ്റി സ്റ്റാറുകൾ. അപ്പോൾ നമ്മൾ ആദ്യമൊരു പ്രാവശ്യം പോയി, ഭയങ്കര തിരക്കാണ്. കുറച്ച് ഒരു 6 മണി 7 മണിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ നിറയെ യങ്സ്റ്റേഴ്സാണ് അവിടെ വരുന്നത്. അല്ലാത്തവരുണ്ടില്ല എന്നല്ല, എന്നാലും ഭയങ്കര തള്ളും തിരക്കുമാണ്. ആ ഒരു മേത്തർ ബസാർ എന്ന് പറയണ അതിലാണ് ഈ കൂടുതലും. ആ ഏരിയയിൽ മൊത്തം അങ്ങനെ തന്നെ, പക്ഷേ മേത്തർ ബസാറിലാണ് കൂടുതലും ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസ്. ആ ഫുൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇട റോഡുകളിലും ഒക്കെ ഇങ്ങനത്തെ ഐറ്റംസ് വിൽക്കണ ഷോപ്പുകളാണ് നിറച്ച്. അപ്പോൾ കാണാനൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ആ ടൈമിലൊക്കെ എറണാകുളം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ 24 hours കടകളും ഉണ്ട് അവിടെ. എല്ലാ കടയില്ല, അതുകൊണ്ട് സ്റ്റാറിൻ്റെ കടകളുണ്ട്, അതൊക്കെ 24 hours കടകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോയി ഒരു ദിവസം ഭയങ്കര തള്ളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത ദിവസം ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് നമുക്കിപ്പോൾ വീടുകളിൽ എത്രയായാലും ഇത്ര അലങ്കാരമൊന്നും ഉണ്ടാവില്ല. ഇത് എല്ലാ കടകളിലും ലൈറ്റുകളും കത്തിക്കെടുക്കുക, ട്രീയും അതുപോലെ ഈ അലങ്കാരങ്ങളും നിറഞ്ഞിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു കാണേണ്ട കാഴ്ച തന്നെ. എല്ലാവരും എല്ലാ വർഷവും ഉള്ള സംഭവമാണല്ലോ. കാണാൻ പറ്റുന്നവരൊക്കെ ഇപ്പോൾ വന്ന് കാണുക, അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെ ക്രിസ്മസിൻ്റെ. അതായത് വില കുറഞ്ഞ ഐറ്റംസും ഉണ്ട്, വില കൂടിയ ഐറ്റംസ്. ഇപ്പോൾ കണ്ടില്ലേ കുറേ ക്രിസ്മസ് പുൽക്കുണ്ടുള്ളിൽ വെക്കുന്ന കുറേ ഐറ്റംസ്, അത് നല്ല വില കൂടിയ ഐറ്റംസും ഉണ്ട്. അതിൽ എന്നാൽ അധികം വിലയില്ലാത്ത ഐറ്റംസ് ഉണ്ട്. ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളതെങ്കിൽ നോക്കി വാങ്ങാമല്ലോ. എല്ലാ കടകളിലെ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് എല്ലാവരും വിൽക്കണത് ഇതാണ്. നോർമലി ഹോൾസെയിൽ സാധനങ്ങളാണ്, പല ഐറ്റംസുമാണ് അവിടെയൊക്കെ ഉണ്ടാവുക. അതിന് പകരം അന്ന് മുഴുവനും ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ്. ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ, ഒരു ദിവസമല്ല കുറച്ച് ദിവസങ്ങളിൽ, ക്രിസ്മസ് കഴിയണ വരെ, ന്യൂ ഇയർ കഴിയണ വരെയൊക്കെ ഇങ്ങനെ നിറയെ സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഏതെടുക്കണ്ടെന്നൊരു പിടിയും കിട്ടാത്ത പോലെയാണ് ഉണ്ടാവുക. പിന്നെ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് നടക്കേണ്ടിയൊന്നും വരില്ല, നമ്മൾ ആ തള്ളിലങ്ങോട്ട് പോവും. അതേപോലെയാണ്, നല്ല തിരക്കല്ലേ. ചില സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പെട്ട് പോവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും സൂക്ഷിക്കണം. കാരണം കുട്ടികൾക്കും അതൊരു കാഴ്ച തന്നെയാണ്. എല്ലാവർക്കും, ചെറിയവർക്കായാലും വലിയവർക്കായാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് കാണാനൊക്കെ നല്ല സൂപ്പറായിരുന്നു എല്ലാം. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യവും പുതിയതൊന്നും മേടിക്കില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും പുതിയത് മേടിക്കേണ്ടി വരും. ട്രീ ഒക്കെ മുന്നുള്ളതൊക്കെ തന്നെ വെക്കും. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്, അതുപോലെ പള്ളികളിലേക്കുള്ളതായാലും വീടുകളിലേക്കുള്ളതായാലും എല്ലാ സംഭവങ്ങളും. ലൈറ്റുകളൊക്കെ ഉണ്ടായി, എന്താ ഭംഗി. പ്രാവശ്യം ഞങ്ങൾ ബാൽക്കണിയിലേക്കൊരു ലൈറ്റ് മേടിച്ചു. അത് നല്ല ഭംഗിയുള്ള സ്റ്റാറൊക്കെ ആയിട്ടുള്ള കത്തണ, അങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ കത്തണ ലൈറ്റാണ്. അത് ബാൽക്കണിയിൽ ഇടുമ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ കിടക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. സാധാരണ മുന്നേ കാണുന്ന ചെറിയ ലൈറ്റുകളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീമിലേക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതങ്ങനെയില്ല, ഇത് കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ലൈറ്റാണ്. അങ്ങനെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയെ ഉള്ള കാഴ്ച. അതാണ് ക്രിസ്മസ്, ബ്രോഡ്വേയിലെ ക്രിസ്മസ്.